പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 ഒക്ടോബർ മാസം 16 പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യമാണ് ഇന്ന് ജപമാലയിലെ പ്രധാനമായി അനുസ്മരിക്കുന്നത്. അതിൽ യേശുക്രിസ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് മാനസാന്തരപ്പെടുവിൻ എന്ന ആശയമാണ് ലോകത്തിന് കൊടുക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം എടുത്തുനിന്ന് വായിക്കാം. അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യവും. ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം ഇന്ന് സമീപിച്ചിരിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരോ വന്നു. ഇതിനു മുമ്പുള്ളവർ ആരും അങ്ങനെ പ്രസംഗിച്ചില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സമീപിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാളിനെ കുറിച്ചുള്ള പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. അനുദപിക്കും എന്ന് പറഞ്ഞു. എന്തിനെക്കുറിച്ച് അനുദപിക്കണം? പരമ്പരാഗതമായിട്ട് എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ അനുതാപത്തിൻ്റെ ആഹ്വാനം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെ അനുദപിച്ചുള്ളൂ. ചെയ്ത പാവങ്ങളെക്കുറിച്ച് അനുദപിക്കാൻ ഞാൻ പറയുന്നില്ല. പാവങ്ങൾ എന്നൊരു സംഭവം ലോകത്തിൽ ആവേശികയല്ല. ഞാൻ പറയാൻ ചിലർക്ക് വിയോജിപ്പുണ്ടാകാം. മറ്റൊരുവന് ദ്രോഹമില്ലാത്ത രീതിയിൽ, വേറൊരാൾക്ക് വിഷമമുണ്ടാകാത്ത രീതിയിൽ, വേറൊരു വ്യക്തിക്ക് വ്യക്തിഹത്യയില്ലാത്ത രീതിയിലും, കുടുംബത്തിനും മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ താങ്കൾ ചെയ്യുന്ന ഒന്നിനകത്തും പാപമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വയലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലോ അല്ലെങ്കിൽ സമൂഹ നിർമ്മിതിക്ക് തടസ്സമാകുന്ന ഇതൊക്കെ ആയിരിക്കാം മറ്റുള്ളവർക്ക് ഒരു തടസ്സമാകും. ജീവിതോപാധിക്ക് തടസ്സമാകുന്നതിലൊക്കെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിൽ അനുദപിക്കുകയല്ല. അതിൽ അനുതാപം ആവശ്യമാണെങ്കിൽ കൂടിയും ഇരുട്ട് വരുമ്പോൾ നമുക്ക് പ്രകാശമാണ് കൂടുതൽ. നമ്മുടെ ഉള്ളിലെ പ്രകാശം കൊണ്ട് നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റുക. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്. എത്രത്തോളം ഇന്ന് നേരം വെളുത്ത് ഇപ്പോൾ സമയം എന്തായി? സമയം ഏതാണ്ട് 7 മണി അടുത്തായി കാണും. വാശിൻ്റെ ഇല്ലല്ലോ ഇപ്പം. ഓക്കെ, എത്രയായാലും ഈ സമയം മുതൽ ഇന്ന് ഉറങ്ങാൻ പോകുന്ന സമയം വരെ നിങ്ങളുടെ മുൻപിൽ കൺമുമ്പിൽ ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്യാതെ പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്കിത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊള്ളുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാനത് വിചാരിച്ചിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു, എന്നിട്ട് ഞാൻ എന്താ ചെയ്തില്ല. അപ്പോഴവിടെ ആരാണ് എന്നെ പിന്നിലേക്ക് പിടിച്ചത്? ഞാനാകുന്ന സത്വബോധം അല്ലെങ്കിൽ ഞാനാകുന്ന അഭിമാനബോധം എന്നെ അത് ചെയ്യിപ്പിച്ചില്ല. അല്ലാതെ എന്നെ ചെയ്യിപ്പിക്കുക. പിന്നെ ഇന്ന് തന്നെ ആരുടെയെങ്കിലും നല്ല സൽപ്പേരിനോ അവരുടെ സൽപ്രവർത്തിക്കോ എൻ്റെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ കോട്ടം വരുന്നുണ്ടെങ്കിലും അവിടെ ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് ഞാൻ അല്പം ഒന്ന് കുറയ്ക്കണം. ഇതാണ് അനുതാപം. അല്ലാതെ പണ്ട് കാലങ്ങളിൽ എവിടെയോ ഒരു കൊച്ചനെ എടുത്ത് കല്ലെടുത്തെറിഞ്ഞു അതിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് മനസ്സുണ്ടാക്കേണ്ട കാര്യമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ പണ്ട് എവിടെയോ ഒരു പെങ്കൊച്ചിന് പ്രേമലേഖനം കൊടുത്തു, അല്ലെങ്കിൽ ആൺകൊച്ചിന് പ്രേമലേഖനം, അയ്യോ അത് ഭയങ്കര തെറ്റായിപ്പോയല്ലോ. അതിനെക്കുറിച്ച് പാവബോധം ജനിപ്പിക്കുകയല്ല അനുതാപം എന്നത്, നേരെമറിച്ച് നന്മബോധം കൂട്ടുക എന്നതാണ്. നിങ്ങളിലെ നന്മബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് നല്ല പ്രസംഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പാപബോധത്തെക്കുറിച്ച് നിങ്ങൾ കളയുക. പാപബോധം നല്ലതാണ്, പക്ഷെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അനുദപിക്കാൻ. ദുഃഖവും അനുതാപവും രണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ചില ഓർമ്മക്കുറിപ്പിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് ചിലതൊക്കെ ചാലിച്ചു വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആ ചെറുപ്പകാലം മുതൽ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ചൊക്കെ. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും തിക്താനുഭവങ്ങളായിട്ട് കിടന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടും അത് വീണ്ടും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അങ്ങനെയുണ്ട്. അത് വീണ്ടും ആവർത്തിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്നു. പല ധ്യാന ഗുരുക്കന്മാർക്കും പറ്റുന്ന മണ്ടത്തരമാണ്. കഴിഞ്ഞ വർഷം ധ്യാനം നടത്തി, വാർഷിക ധ്യാനം നടത്തി പോയി ഒഴുക്കിക്കളഞ്ഞതെല്ലാം കളഞ്ഞു. പിന്നെയും വീണ്ടും അടുത്ത വർഷം വരുന്ന ധ്യാനഗുരു എന്ത് ചെയ്യും? പഴയ കാലം മുതൽ എടുത്തുകൊണ്ട് വരും. ഇത് മണ്ടത്തരാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ധ്യാനിച്ച് കളഞ്ഞല്ലേ, പിന്നെ ഈ വർഷം മാത്രം വന്നത് നോക്കുക. പിന്നെയും ചെറുപ്പകാലം പോലെ ആദ്യം മുതൽ എടുത്തുകൊണ്ട് വന്ന് കുറ്റബോധം വർദ്ധിപ്പിക്കണ്ട. ഈ കുറ്റബോധം വർദ്ധിപ്പിക്കലല്ല ബൈബിള്. നന്മബോധം കൂട്ടുക എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ ജപമാല രഹസ്യം ചെല്ലുമ്പോൾ അനുദപിക്കേണ്ടുന്നത് അവസരങ്ങൾ പാഴാക്കിയതിനെക്കുറിച്ച് മാത്രമാണ്. ഈ അവസരങ്ങൾ തന്നെ രണ്ട് വിധത്തിൽ, ഒന്ന് തനിക്ക് തന്നെ വളരാം, മറ്റൊന്ന് നമ്മളാൽ മറ്റൊരാൾക്ക് വളരാൻ സാധിക്കും. ഇതാണ് അവസരബോധം. ആ അവസരബോധം നഷ്ടപ്പെടുത്തിയാൽ ഈശോയെ എനിക്ക് നാളെ ആ അവസരം ഒന്ന് ഉപയോഗിച്ച് മറ്റൊരാളെയും കൂടെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണേ. ഉദാഹരണത്തിന് റോസയുടെ ചുവട്ടിൽ മറ്റൊരു മുല്ലയും കൂടെ നിൽക്കുകയാണ്. റോസയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മുല്ല കൂടെ വളർന്നോട്ടെന്നേ, അത് വളർന്നു വരട്ടെ. അല്ല അതിനെ എടുത്ത് അപ്പുറത്തെ ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ട് ഇച്ചിരി വെള്ളം അതിനോട് കൊടുക്കുക. ഇതാണ് നന്മബോധം. അപ്പോൾ ഇന്നത്തെ നല്ല ദിവസത്തിൽ പഴയ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ല, പുതിയ കാര്യങ്ങൾക്ക് സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്മയുടെ നല്ല ദിവസത്തിൽ നിർത്തുന്നു. ജോൺസൺ കരൂർ. ഒരു സ്വർഗസ്നായ പിതാവേ, 10 നന്മ നിറഞ്ഞവരെയും വെച്ച് ചെല്ലുമ്പോൾ ഒന്ന് ലോകത്തിനു വേണ്ടി കൊടുത്തേക്കുക.